ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ മുമ്പിൽ നിഫ്റ്റി ഫ്യൂച്ചേഴ്സിൻ്റെ ചാർട്ടാണ്. നമ്മുടെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, നിഫ്റ്റി എന്നാണ് സെൽ ഓൺ റൈസിൽ നിന്നും ബൈ ഓൺ ഡിപ്പിലേക്ക് മാറുന്നത്? ഞാൻ കഴിഞ്ഞ ഒരാഴ്ചയായിട്ടുള്ള പെബിൾസിൽ ഞാൻ പറയാറുണ്ടല്ലേ, അമേരിക്കയിലെ CPI ഇൻഡെക്സ് വളരെ വീക്കായി വന്നതിന് ശേഷമാണ് വേൾഡ് മാർക്കറ്റ്സ് വല്ലാതെ വോളറ്റിലിറ്റിയിലേക്ക് മാറാനുള്ള മെയിൻ കാര്യം അമേരിക്കയിൽ വീണ്ടും ഇൻട്രസ്റ്റ് കുറയ്ക്കും എന്ന് പറഞ്ഞെങ്കിൽ പോലും ഒരു പക്ഷേ അതിന് ഡിലേ വരാനുള്ള സാധ്യത കൂടുതലുണ്ട്. കാര്യം സ്ട്രോങ് റീറ്റെയിൽ ഡേറ്റയാണ് വന്നത്. അതിൻ്റെ അർത്ഥം എത്ര ഇൻട്രസ്റ്റ് കൂട്ടിയാലും സാധനങ്ങൾ മേടിക്കാൻ ആളുണ്ടെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ പിന്നെ US ഫെഡിന് പെട്ടെന്ന് വല്ല ധൃതി പിടിച്ച് ഇൻട്രസ്റ്റ് കുറയ്ക്കേണ്ട കാര്യമൊന്നും ഇല്ല എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ US ഫെഡ് നാച്ചുറലി സ്ട്രെച്ച് ചെയ്യാൻ ശ്രമിക്കും, അതിൻ്റെ അകത്തൊരു സംശയം വേണ്ട. സോ അതൊരു ബിറ്റർ പില്ലാണ് നമ്മളെ സംബന്ധിച്ച്. ആ ബിറ്റർ പിൽ നമ്മൾ എത്രയും വേഗം ഫോളോ ചെയ്ത് തിരിച്ച് മാർക്കറ്റിലേക്ക് വരുമ്പോൾ മാത്രമേ പൊതുവേ വേൾഡ് മാർക്കറ്റിൽ ഒരു സെറ്റിൽമെൻറ്റ്, ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാകത്തുള്ളൂ. അതിനോടൊപ്പം തന്നെ മിഡിൽ ഈസ്റ്റിലെ ഒരു വാർ കൺസേൺസും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് വോളറ്റിലിറ്റി ഡബിളായിട്ട് വർക്ക് ചെയ്യുന്നത്. പക്ഷേ നിഫ്റ്റി സെൽ ഓൺ റൈസ് ഓർ മാർക്കറ്റിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. നമ്മൾ നിഫ്റ്റി ഒന്ന് അനാലിസിസ് നമ്മൾ നടത്തുവാണെങ്കിൽ ഫ്യൂച്ചേഴ്സിൻ്റെ ചാർട്ടാണ്. നമ്മൾ ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ വരച്ചാൽ ഇതൊക്കെ ട്രെൻഡ് ലൈനെ കട്ട് ചെയ്ത് ഇന്ന് വീണ്ടും താഴെ പോയി. ഇന്നലെ ശരിക്കും തലവ് ദിവസം അതിപ്പോൾ ലാസ്റ്റ് വർക്കിംഗ് ഡേയിൽ ഒരു സപ്പോർട്ടൊക്കെ എടുക്കാൻ ശ്രമിച്ചു. ഇന്നലെയല്ല, 2 days ബാക്ക് ഒരു സപ്പോർട്ടൊക്കെ എടുക്കാൻ ശ്രമിച്ചു. പക്ഷേ എന്താ സംഭവിച്ചാൽ ഇന്നലത്തെ ദിവസം, ദാറ്റ് മീൻസ് ഇന്നലത്തെ ദിവസം നിഫ്റ്റി വീണ്ടും താഴെ പോയിരുന്നതാണ് വലിയൊരു ഫാക്ടർ. പിന്നെ എന്നാണിത് നിഫ്റ്റി പൊതുവേ എന്താ പറയേണ്ടത് ഒരു ബൈ ഓൺ ഡിപ്പ് എന്നുള്ള കാറ്റഗറിയിൽ മാറുന്നത്? നമുക്ക് മൂവിംഗ് ആവറേജ് 21 നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതാണ് ഹയർ മൊമെൻറ്റം സ്റ്റാർട്ട് ചെയ്യുന്ന സോൺ അവിടെയാണ്. അറ്റ് പ്രസന്റ് മൂവിംഗ് ആവറേജ് 21 വന്നിരിക്കുന്നത് 22,388 ദാറ്റ് മീൻസ് 22,388 മേളിൽ, ദാറ്റ് മീൻസ് 22,388 400 ലെവലിൽ നിഫ്റ്റി ഒരു സ്ട്രോങ് ക്യാൻഡിൽ, ആ ക്യാൻഡിൽ ക്ലോസിംഗ് ടുവേഴ്സ് ഹൈ ആയിരിക്കണം. ആ ക്യാൻഡിൽ വോളിയം ഉണ്ടെങ്കിൽ മാത്രമേ ശരിക്കും പറഞ്ഞാൽ നിഫ്റ്റി വീണ്ടും ഹയർ മൊമെൻറ്റം സോണിലേക്ക് മാറി എന്ന് പറയാൻ സാധിക്കത്തുള്ളൂ. ഹയർ മൊമെൻറ്റം സോണിൽ നിന്നാണ്, ആ സോണിൽ നിന്ന് മാത്രമേ നിഫ്റ്റി ബൈ ഓൺ ഡിപ്സ് എന്നുള്ള കാറ്റഗറിയിലേക്ക് സ്ട്രെച്ച് ചെയ്ത് മാറത്തുള്ളൂ സെൽ ഓൺ റൈസിൽ നിന്നും. 22,388 മേളിൽ നിഫ്റ്റി എന്ന് ക്ലോസ് ചെയ്യുന്നു അറ്റ് പ്രസന്റ്. ഈ വരുന്ന ദിവസങ്ങളിലെ കാര്യമാണ് പറയുന്നത്. മൂവിംഗ് ആവറേജ് വീണ്ടും വ്യത്യാസം വരും ആഫ്റ്റർ ഒരു 3-4 ദിവസം കഴിയുമ്പം. അറ്റ് പ്രസന്റ് ഇന്നത്തെ അവസ്ഥയാണ് ഞാൻ പറയുന്നത്. 22,388 മേളിലേക്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുമ്പോൾ മാത്രമേ, അതും വെറുതെ ക്ലോസ് പോരാ, സ്ട്രോങ് ക്യാൻഡിൽ ക്ലോസ് ആയിരിക്കണം. ആ ക്യാൻഡിൽ വോളിയം ഉണ്ടായിരിക്കണം. വളരെ സ്ട്രോങ് ക്ലോസ് ആയിരിക്കും ക്യാൻഡിൽ ഉള്ളത്. ആ വോളിയമാണ്, സ്ട്രോങ് വോളിയം ഉണ്ടെങ്കിൽ മാത്രമേ അത് സ്ട്രോങ് ബയറിനെ അട്രാക്ട് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ആ ലെവലിൽ മാത്രമേ നിഫ്റ്റി ഒരു ബൈ ഓൺ ഡിപ്സിലേക്ക് മാറത്തുള്ളൂ കാര്യം എടുത്തു പറയുന്നത്. അതുവരെ വോളറ്റിലിറ്റി വളരെ സ്ട്രോങ് ആയിട്ട് മാർക്കറ്റ് വർക്ക് ചെയ്യും. US-ലും ഇലക്ഷനാണ്, ഇന്ത്യയിലും ഇലക്ഷനാണ്. ഒക്കെ പല ഫാക്ടേഴ്സാണ് വോളറ്റിലിറ്റിയെ ബാധിച്ചിരിക്കുന്നത്. നമ്മുടെ അടുത്ത ഹെഡിംഗ് ആണ് ടൈറ്റ് കൺസോളിഡേഷൻ ഈ സ്റ്റോക്ക് എന്നുള്ളതാണ്. അത് ഏത് സ്റ്റോക്കാണ് ടൈറ്റ് കൺസോളിഡേഷനിലേക്ക് വന്നിരിക്കുന്നത്? JSW എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ നോക്കാൻ നേരത്ത് 2 VCP കോൺട്രാക്ഷൻ കഴിഞ്ഞ ശേഷമാണ് ബ്രേക്ക്ഔട്ട് കൊടുത്തത്. ഫസ്റ്റ് VCP എന്ന് പറയുന്നത് ഈ ലെവലിൽ വന്നു. സെക്കൻഡ് VCP കോൺട്രാക്ഷൻ രണ്ടാമത് വന്ന് ഈ ലെവലിലാണ്. ഇത് നിങ്ങൾ പഠിക്കേണ്ട കാര്യമാണ്. ഒരു 5 മിനിറ്റ് വീഡിയോയിൽ പറയാൻ സാധിക്കത്തില്ല. ജസ്റ്റ് ആ ചാർട്ടൊന്ന് കാണിച്ചെന്നേ ഉള്ളൂ. അതിനുശേഷമാണ് ടൈറ്റ് കൺസോളിഡേഷനിലേക്ക് JSW എനർജി വന്നിരിക്കുന്നത്. ഇനി കൺസോളിഡേഷൻ കഴിഞ്ഞ് ബ്രേക്ക്ഔട്ട് കൊടുക്കുമോ അതോ ബ്രേക്ക്ഔട്ട് ഫെയിലിയർ താഴെ വരുമോ എന്നൊക്കെയുള്ളത് മാർക്കറ്റാണ് തീരുമാനിക്കുന്നത്. പക്ഷേ ഈ ഒരു സ്റ്റോക്കിനെ നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാം. അത് എന്താ പറയുക, ഏത് രീതിയിൽ റെസ്പോണ്ട് ചെയ്യുന്നുള്ളത് നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാൻ സാധിക്കും. അതിൻ്റെ അകത്തുള്ള VCP പാറ്റേൺസ് രണ്ടും നിങ്ങൾക്ക് ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് വരച്ച് പഠിക്കാൻ സാധിക്കും എന്നുള്ള ഒരു സങ്കല്പത്തിലാണ് ഞാൻ ചാർട്ട് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തിട്ടുള്ളത്. സോ ഇന്നത്തെ ബസിംഗ് സ്റ്റോക്സ് ആണ്, എലിക്കോൺ എഞ്ചിനീയറിംഗ് ആണ്, എലാന്തസ് ബെക്ക് ആണ്, HAL ആണ്. ഇമ്പാക്ട്ഫുൾ റിസൾട്ടിൽ ഈ സ്റ്റോക്ക് എന്നുള്ള കാറ്റഗറിയിൽ വരുന്ന സ്റ്റോക്കാണ് ജസ്റ്റ് ഡയൽ. റിസൾട്ട് ഫാന്റാസ്റ്റിക് ആയിരുന്നു. മാർക്കറ്റ് ക്യാപ് 8,555 കോടി, സ്റ്റോക്ക് പീസ് 23.6 ഉള്ളൂ ആൻഡ് ഇൻഡസ്ട്രി പീസ് 34.2 ആണ്. ഇന്നലെ ഈ സ്റ്റോക്ക് കൊടുത്ത റിട്ടേൺ 13.27 ആണ്. എന്തുകൊണ്ടാണ് ഈ സ്റ്റോക്ക് റിസൾട്ട് ഇമ്പാക്ട്ഫുൾ ആയത്? നിങ്ങൾ സെയിൽസ് നോക്കൂ. കഴിഞ്ഞ ഒരു മാർച്ച് 2021 233, ജൂണിൽ 247, സെപ്റ്റംബറിൽ 261, ഡിസംബറിൽ 265, മാർച്ചിൽ 270. കണ്ടിന്യൂസ് ഗ്രോത്ത് ആണ് റവന്യൂല്. ആൻഡ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് നോക്കൂ, 33 കോടി, 37 കോടി, 49 കോടി, 60 കോടി, 71 കോടി. അതും കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇംപ്രൂവ്മെന്റ് ആണ്. ആൻഡ് OPM എക്സ്പാൻഷൻ നോക്കൂ, 14, 15, 19, 23, 26. ഫാന്റാസ്റ്റിക് അല്ലേ? അമേസിംഗ് കൺസിസ്റ്റൻസി പ്ലസ് എന്താ പറയേണ്ട ഗ്രോത്ത് ആണ് കാണിച്ചിരിക്കുന്നത് സ്റ്റോക്ക്. അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റ് നോക്കുമ്പോൾ ഇറ്റ്സ് ഇക്വിറ്റി ഡൈലൂഷൻ വന്നിട്ടില്ല. സ്ട്രോങ് റിസർവ് ആണ്. 400 കോടി റിസർവ് കൂടി ഈ കമ്പനിക്ക്. ബോറോയിങ്സ് മാനേജബിൾ ആണ്. ആൻഡ് അതുപോലെ തന്നെ എന്താ പറയുക, ക്യാപിറ്റൽ വർക്ക് ഇൻ പ്രോഗ്രസ് കഴിഞ്ഞ മാർച്ചിൽ 30 കോടി ഉണ്ടായിരുന്നു. ഇത്തവണ അത് പ്രത്യേകിച്ച് നമുക്ക് പറയാനായിട്ടില്ല.
ആൻഡ് ക്യാഷ് ഫ്ലോ നോക്കാൻ സ്ട്രോങ് ക്യാഷ് ഫ്ലോ ആണ് ഈ കമ്പനി സോഫാർ കൊടുത്തിട്ടുള്ളത്. ഇൻവെസ്റ്റേഡ് നോക്കാൻ നേരത്തെ പ്രൊമോട്ടറിന്റെ ഹോൾഡിംഗ് ക്ലോസ് ടു 75% ഉണ്ട്. 74.31 ആണ്. പബ്ലിക്കിന്റെ 11% ഉള്ളൂ. ദാറ്റ് മീൻസ് ഫ്രീ ഫ്ലോട്ട് മാർക്കറ്റ് ഷെയർ കുറവുള്ള കമ്പനിയാണ്. സോ ഇതുകൊണ്ടൊക്കെ തന്നെ ഇത്തവണ റിസൾട്ട് ഫെന്റാസ്റ്റിക് ആണെന്ന് എടുത്തു പറയേണ്ട നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് പറയാൻ സാധിക്കും. ഈ റിസൾട്ട് ഫെന്റാസ്റ്റിക് ആയതുകൊണ്ട് സ്റ്റോക്ക് തകർത്ത് കയറുമോ ഇല്ലയോ എന്നൊന്നും നമുക്ക് മുൻകൂട്ടി പ്രവചനങ്ങളൊന്നുമില്ല. റിസൾട്ടിന്റെ ബേസിൽ മാത്രമാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് ഇംപാക്ട്ഫുൾ റിസൾട്ട് എന്ന് പറയാൻ കാരണം.